നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ സംഭവമായിട്ടാണ്. ഒരു എഗ് പൊറോട്ട. നമ്മൾ സാധാരണ ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ സ്റ്റഫിങ്സ് ഒക്കെ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റഫ് ചെയ്തിട്ടുള്ള പൊറോട്ടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് അതിനായിട്ട് കറികളൊന്നും ആവശ്യമില്ല. നമുക്ക് സാലഡ്സ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ഡ്രൈ ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് നമുക്ക് കഴിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഒരു കിടിലൻ സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു എഗ് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നല്ലൊന്ന് കണ്ടുവരാം. ഇപ്പം നമ്മുടെ എഗ് പറാത്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ആട്ടയാണ്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ആട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേപോലെ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ഓയിലൊന്നും ചേർക്കാതെ കുഴച്ചെടുക്കാറാണ്. അപ്പം ഞാൻ ഇതിലിപ്പോൾ ശരിക്കും 1.5 കപ്പ് ആട്ടയാണ് എടുത്തിരുന്നത്. അപ്പം അതിന് കൃത്യമായിട്ട് 3/4 കപ്പോളം വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് ബാക്കി വേണ്ട സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൊട്ടറ്റോ, ഈ വലുപ്പം വരുന്നൊരു പൊട്ടറ്റോ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞു കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് സവാള വൃത്തിയാക്കണം. ഈ ഒരു വലുപ്പം വരുന്ന സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ, ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടക്കുകയാണ്. ഇപ്പോൾ ഉടച്ചു കൊടുത്തു. സവാള ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സവാള കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടി, മെയിനായിട്ട് വേണ്ട മുട്ട ഉടച്ച് ചേർക്കുകയാണ്. മുട്ട ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് തന്നെയാണ് മസാലകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ഇത് ഓയിലിൽ വഴറ്റിയെടുത്ത് സവാളയൊക്കെ വഴറ്റിയെടുത്താണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിന് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ല, എല്ലാം കൂടി അതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇതിൻ്റെ കൂടെ. അപ്പം പിന്നെ നമ്മൾ പറാത്ത ആയതുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങനെ കടിക്കുമ്പം കുറച്ച് എരിവ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാറുണ്ട്. അതും 1 ടീസ്പൂണാണ് ചേർക്കാറ്. ഇതിപ്പം മല്ലിയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പാടെ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അതുകൂടി ആഡ് ചെയ്യാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ എഗ്ഗ് വെച്ച് ചെയ്യുമ്പോൾ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കാറ്. മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം, നമ്മൾ ആലു പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതുകൂടി ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു എരിവ് കൂടി ആവാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി തന്നെ ചേർത്താൽ മതി. അപ്പോൾ അത്രയും ചേർത്തു.
ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ ഒരു മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ബുർജിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ 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 ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചപ്പാത്തിയുടെ ഇതെടുത്തിട്ട് ബോൾസ് ആക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി വലിയ സൈസിൽ എടുക്കണം കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫില്ലിങ്സ് വേണമല്ലോ. അപ്പോൾ അതിനു കൂടി ഭാഗമായിട്ട് ഈ ഒരു വലുപ്പത്തിൽ എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് പരത്താനായിട്ടുള്ള നമ്മളെ സംഭവങ്ങളൊക്കെ റെഡിയാണ്. അപ്പം ഞാൻ ആ ഉരുട്ടി വെച്ച മാവൊന്നെടുത്തു ഒരു കുറച്ച് പൊടിയൊക്കെ തൂവി ഒന്ന് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്ര പരത്തിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ പരത്തി വെച്ചതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെന്താ ഈ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ എടുത്ത് സെൻറ്ററിലോട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുക. ഇങ്ങനെ ഫില്ലിങ് എല്ലാം നടുവിലായിട്ട് നിന്നോളും. കണ്ടോ, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് പിന്നെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഫില്ലിംഗ് ഒന്നും എന്തായാലും പുറത്തോട്ട് വരില്ല. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കാൻ പോവാണ്. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പരത്തിയതിന് ശേഷം ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം. നന്നായിട്ട് പൊടി തൂവണം. ഇനി അധികം ഫോഴ്സ് ഒന്നും കൊടുക്കാതെ പരത്തി കൊടുക്കാണ്. പൊടി കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂവി കൊടുക്കാം. ഒരുപാട് പരത്തിയെടുക്കേണ്ട, കുറച്ച് തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയും കൂടി പരത്തിയെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഈ പൊറോട്ട ചുട്ടെടുക്കണം. അപ്പം ഒരു ചൂടായ ദോശത്തട്ടിലോട്ട് നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ പൊക്കിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം ഒന്ന് കുറച്ചൊന്ന് ചൂടായിട്ട് വരണം. അപ്പോഴാണ് നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെ ഇങ്ങനെ കണ്ടോ, ഒരു കുറച്ച് പിന്നെ ബ്രൗണിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പം കുറച്ച് നെയ്യ് ഇതിന് മുകളിൽ ആക്കി കൊടുക്കുകയാണ്. നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഓയിൽ ഉണ്ടല്ലോ, ഓയിലോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം നെയ്യാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെയും കൂടി നമുക്ക് നെയ്യാക്കി കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് മീഡിയത്തിലോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സിമ്മിലാണ് 2 ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി 2 ഭാഗത്ത് നെയ്യൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടാണല്ലോ വെക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ഇങ്ങനെ ഈ സൈഡ് വഴി ഇങ്ങനെ ശരിക്കും ആവി പോവും. അപ്പോൾ അതാണ് ആയി എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ബാക്കിയും കൂടി ചുട്ടെടുക്കുകയാണ്.
പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസ് ആയിട്ട് അറിയിക്കാം. ഇതുവരെ നിങ്ങൾ രുചികരം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.